നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാദൻ്റെ നാരായണീയമാകുന്നു. നാരായണീയത്തിലെ 2 ദശകങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി 3-ാമത്തെ ദശകം ഭക്തിപ്രാർത്ഥന എന്ന 3-ാമത്തെ ദശകം ശിഖരണി വൃത്തത്തിലാണ് ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ രചിച്ചിട്ടുള്ളത് ആചാര്യൻ. 1-ാമത്തെ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിക്കുക. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പഠന്തോ നാമാനി പ്രമദഭര സിന്ധൗ നിപതിതാഃ സ്മരന്തഃ രൂപം തേ വരദ കഥയന്തഃ ഗുണകഥാഃ ചരന്തഃ യേ ഭക്താഃ ത്വയി ഖലു രമന്തേ പരം അമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഇനി ഇതിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ വരദ തേ നാമാനി പഠന്തഃ രൂപം സ്മരന്തഃ ഗുണകഥാഃ കഥയന്തഃ പ്രമദഭര സിന്ധൗ നിപതിതാഃ ചരന്തേ യേ ഭക്താഃ ത്വയി ഖലു രമന്തേ അമൂൻ അഹം പരമം സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ഇപ്രകാരമാണ് നാം ചർച്ച ചെയ്യപ്പെടുന്നത്, വിവരിക്കുന്നത്. ശ്രദ്ധിക്കുക. അല്ലയോ വരദ, വരം ദദാതി ഇതി വരദഃ, വരം നൽകുന്ന ഈശ്വരൻ എന്നർത്ഥം. അതിൻ്റെ സംബോധനയാണ് വരദ. അല്ലയോ വരദ, അല്ലയോ ഭക്തർക്ക് അഭീഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ എന്നർത്ഥം. അങ്ങയുടെ നാമങ്ങൾ ഉച്ചാരണം ചെയ്തും അങ്ങയുടെ രൂപത്തെ സ്മരിച്ചുകൊണ്ടും അങ്ങയുടെ ഗുണങ്ങളും കഥകളും കീർത്തിച്ചുകൊണ്ടും പരമാനന്ദ സമുദ്രത്തിൽ ആറാടുന്ന ഏത് ഭക്തന്മാരാണോ നിന്തിരുവടിയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ മാത്രമേ എല്ലാം നേടിയ ഭാഗ്യവാന്മാരായി പുണ്യാത്മാക്കളായി ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കരുതുന്നുള്ളൂ. ധന്യവാദ.